മമ്മൂക്കയുടെ ബ്രഹ്മയുഗത്തിന്റെ ട്രെയിലർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സിനിമ റിലീസ് ആവുന്നത്. ഈ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ സിനിമയാണ് എന്താ അങ്ങനെ വിജയിക്കും? ഇങ്ങനെയൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു ടാസ്കും വലിയൊരു എക്സ്പെരിമെന്റും തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത ഒരു കോൺഫിഡൻസ് ടീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതുകൊണ്ടായിരിക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് സിനിമ ഇറക്കി വിടുന്നത്. ഇന്ന് കളർ ഗ്രേഡിങ്ങും അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ ഉള്ള സമയത്ത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഹൊറർ ഇറക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനത്തെ ഒരു ടോക്കൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ടോക്കിനുള്ള റിപ്ലൈ കൊടുക്കണമെങ്കിൽ 15-ാം തീയതി കഴിയണം, അല്ലെങ്കിൽ 15-ാം തീയതി ആദ്യത്തെ ഷോ കഴിയണം. അപ്പോൾ നമുക്ക് പറയാം ഒരു വെടിച്ചിട്ട് സാധനം ഇറങ്ങിയിട്ടുണ്ട് മോനെ എന്നുള്ളത്. അല്ലെങ്കിൽ പോരാ, ശോകം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ട് വന്നേക്കും. ആ ഒരു ടോക്ക് കഴിയണമെങ്കിൽ, ആ ടോക്കിനുള്ള റിപ്ലൈ കൊടുക്കണമെങ്കിൽ 15-ാം തീയതി കഴിയണം. എനിവേ, നമുക്ക് ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. മമ്മൂട്ടി, സിദ്ധാർത്ഥ്, അർജുൻ അശോകനൊക്കെയാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. വളരെ കുറച്ച് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളെന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞേക്കുന്നത്. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ തിയേറ്ററിൽ ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് വേറൊരു ഫാക്ടർ കേട്ടോ. അതെന്തായാലും ഇവിടെ വർക്കൗട്ട് ആകുമെന്ന് നോക്കാം. എന്തായാലും ട്രെയിലർ വർക്കൗട്ട് ആകുക നമുക്ക് നോക്കാം. ഇപ്പം ഹൊറർ സിനിമയൊക്കെ അല്ലേ, പേടിപ്പിക്കാമെന്ന് നോക്കണമല്ലോ. എനിവേ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ സാധാരണ ആർട്ട് ഫിലിം പോലെ ആവും. എന്തായാലും ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. കൊള്ളാം, മ്യൂസിക് പൊളിയാണ്. കാലം എന്തൊരരസികനാ. മോഡുലേഷൻ കൊടുത്തിട്ടാ വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താവുമ്പോ പകിടളി തന്നെയാ നല്ലത്. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. എറിയുമ്പോ വീണെണ്ണം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആള് ജയിക്കും. ഒക്കെ ഭാഗം പോലെയാ. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആള് ജയിക്കും. ഒക്കെ ഭാഗം പോലെയാ. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. ഒക്കെ ഭാഗം പോലെയാ. ഇത് കരുക്കള്, ഇത് രണ്ടും പകിട. ഇത് കരുക്കള്, 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 ഇത് കരുക്കള്. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ലാസ്റ്റിൽ ഇയാൾ എന്താ കാണിക്കണേ നോക്കാം. പൊളിച്ച് ആ ഒരു ലാസ്റ്റത്തെ ചിരി. എനിക്ക് തോന്നുന്നു ഈ ട്രെയിലർ കണ്ടിട്ട് തിയേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ കിടുക്കാച്ച ഐറ്റം കിട്ടുമെന്ന് തോന്നണേ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കാനുള്ള ഒരു കോൺഫിഡൻസ് ആണ് സംഭവിക്കേണ്ടത്. ഒരു ഡെവിലിഷ് സ്മൈലാണ് കേട്ടോ. ശരിക്കും ഡെവിലിഷ് സ്മൈല് ഇതിനകത്താണ് മറ്റേ. പൊളിക്കും. ട്രെയിലർ അടിപൊളി. ലാസ്റ്റത്തെ മമ്മൂക്കയുടെ ലുക്ക്, വോയിസ് മോഡുലേഷൻ അടിപൊളി. എന്തായാലും ട്രെയിലർ പൊളിച്ചിട്ടുണ്ട്. മമ്മൂക്ക ഈ സിനിമയിൽ തകർക്കുമെന്ന് തന്നെ തോന്നണേ. നമ്മളെ പേടിപ്പിക്കൂടി ചെയ്ത് കഴിഞ്ഞാൽ പൊളിക്കും. ഇതുപോലത്തെ എക്സ്പെരിമെൻ്റൽ മൂവീസിൽ മമ്മൂക്ക കയറി മേയുമാണ്. റീസെൻ്റ്ലി അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ മമ്മൂക്ക
രക്ഷയില്ലാത്ത ഔട്ട്പുട്ടായിരുന്നു. ബ്രഹ്മയുഗത്തിലും മറിച്ചൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ട്രെയിലർ കിടക്കാച്ച ട്രെയിലറാണ്. മമ്മൂക്കയുടെ കിടിലായിട്ടുള്ളൊരു പെർഫോമൻസും എന്തായാലും ഗ്യാരണ്ടി ആണ്. മമ്മൂക്ക മാത്രമല്ല, സിദ്ധാർത്ഥ്, അർജുന അശോകൻ പൊളിക്കും. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് കൺവേ ചെയ്യാൻ മതി. സ്ക്രീനിൽ ഈ പറയുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളോ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആയിട്ട് വ്യക്തമായി കഴിഞ്ഞാൽ ഈ സിനിമ ആ രീതിയിലുള്ളൊരു ട്രീറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊരു അക്സെപ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അല്ല നമുക്ക് ഈ കാണുന്നൊന്നും മനസ്സിലായില്ല, ഒരു ക്ലാരിറ്റി എൻ്റെ അത് കിട്ടിയില്ലെന്നാണെങ്കിൽ ഇവർ എത്ര ഹൊറർ എടുത്താലും പേടിപ്പിച്ചാലും ആ ഒരു ഫീൽ പ്രേക്ഷകന് കിട്ടാതെ പോകും. എന്തായാലും അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നാണ് ഈ ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നത്. നല്ല തെളിച്ചവും നല്ല ക്ലാരിറ്റിയും അവർ പറയുന്ന കാര്യങ്ങളും കാണിക്കുന്ന കാര്യങ്ങളും നമുക്ക് തിയേറ്ററിൽ നിന്ന് ഇങ്ങനെ പറയുന്ന കാര്യമുണ്ടോ, സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിലായതുകൊണ്ടാണ്. അപ്പം എന്തായാലും അതൊക്കെ സംഭവിക്കാതെ നല്ല പോലത്തെ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററിൽ നിന്ന് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുക. എന്തായാലും ഫെബ്രുവരി 15 ഈ സിനിമ FTFസിൽ ഞാനുണ്ടാവും, നിങ്ങളുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.